സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പസ്തോല പ്രവൃത്തിയിലെ പഠനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 3 ഇന്ന് ക്ലാസ് ചെയ്യുകയാണ്. അപ്പസ്തോല പ്രവൃത്തിയിലെ റൈറ്റ് ഡിവിഷനും ചിന്തകളും എന്നുള്ള ഈ 3ാമത്തെ പാർട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പറയാൻ പോകുന്ന വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പസ്തോല പ്രവൃത്തിയിലെ ആ റൈറ്റ് ഡിവിഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് ലഭിക്കുന്ന ആത്മീക ചിന്തകളെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ച് തന്നതുകൊണ്ട് നമ്മൾ പുറകോട്ടുള്ള ചരിത്രത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിളിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു ഉൾക്കാഴ്ച ദൈവം തന്നിരിക്കുകയാണ്. ഈ റൈറ്റ് ഡിവിഷനെ കുറിച്ച് ഈ അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം വലിയ അവസരം ദൈവം തന്നിരിക്കുകയാണ്. ഞാനൊരു വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ആരംഭിക്കാം. അപ്പസ്തോല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ദൈവം അബ്രാഹാമിനോട് ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം ഇസ്രായേലിൽ വർദ്ധിച്ചു പെരുകി. ഇവിടെ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ അധ്യായങ്ങളെ വായിച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചൊരു വാക്യമാണ് ഞാൻ വായിച്ചത്. ദൈവം അബ്രാഹാമിനോട് ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ. അപ്പോൾ ദൈവം പറഞ്ഞതിൻ്റെ ആ നിവർത്തീകരണത്തിലേക്ക് വരുന്നൊരു സാഹചര്യം എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. അല്ലെങ്കിൽ ദൈവികമായ എല്ലാ ഉദ്ദേശങ്ങളുടെയും ആ ഉദ്ദേശം നിവർത്തീകരിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യമാകുമ്പോൾ ദൈവം എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള ആ കാലമെടുക്കുമ്പോൾ ചെയ്യുന്ന ചില പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ദൈവം അബ്രാഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ് നിവർത്തിക്കുവാൻ വേണ്ടി ആ സമയമെടുത്തപ്പോൾ മോശയിലൂടെ അല്ലെങ്കിൽ ആ ജോസഫിലൂടെയൊക്കെ ചെയ്തെടുത്ത ചരിത്രങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് സ്തേഫാനോസ് ചരിത്രം ഓർപ്പിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് റാപ്ചർ അടുത്തുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. അന്ന് ഒരു പുറപ്പാടിനുള്ള സമയം, അല്ലെങ്കിൽ അബ്രാഹത്തിന് കൊടുത്ത ആ 400 വർഷം കഴിയുമ്പോൾ നിൻ്റെ സന്തതികളെ മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരും എന്നുള്ള ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ വേണ്ടി സാഹചര്യം ഒരുങ്ങിയ ഒരു തലമുറയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ റാപ്ചറിന് വേണ്ടിയുള്ള മധ്യാകാശ വരവിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കുവാൻ പ്രത്യേകമായി ആ വാക്യം വായിച്ചപ്പോൾ ഇവിടെ വാഗ്ദത്ത നിവൃത്തിയായ പുറപ്പാടിനെ കുറിച്ചാണ് ഇവിടെ സ്തേഫാനോസ് പ്രസംഗിച്ചതെങ്കിൽ അതിനോടൊപ്പം നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റുന്നത് ഒരു പുറപ്പാടിന് വേണ്ടിയിട്ടല്ല, മറിച്ച് റാപ്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ റാപ്ചറിൻ്റെ കാലം അടുക്കുമ്പോൾ ആ അന്ത്യനാളുകളിൽ സകല സത്യങ്ങളും, ബോഡി ഓഫ് ക്രൈസ്റ്റിനെ സംബന്ധിച്ചുള്ള സകല സത്യങ്ങളും ആ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ആത്മീക ചിന്ത ഞാൻ പങ്കുവച്ചു എന്ന് മാത്രം. അപ്പോൾ തന്നെ അപ്പസ്തോല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ നമുക്കറിയാം, അവിടെ വിധവമാരുടെ ഒരു പ്രശ്നം അതിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ 6-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. അപ്പോൾ യവന ഭാഷക്കാർ, ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവർ എബ്രായ ഭാഷ സംസാരിക്കുന്നവരുടെ നേരെ പിറുപിറുത്തു എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ, വ്യത്യസ്ത നിലകളിൽ കഴിഞ്ഞിരുന്ന യഹൂദന്മാർ, അവരുടെ ഇടയിൽ തന്നെ ഹീബ്രു ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ യവന ഭാഷ, ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ വിധവമാരുടെ ഒരു പ്രശ്നം വരികയാണ്. യവന ഭാഷക്കാരുടെ ഭാഷ സംസാരിക്കുന്ന വിധവമാർക്ക് ദൈനംദിനമുള്ള അവരുടെ ഉപജീവനത്തിനുള്ള കാര്യങ്ങളിൽ, ഭക്ഷണ കാര്യങ്ങളിൽ അല്പം പ്രയാസം നേരിട്ടു എന്നിവിടെ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ചിന്ത, അതായത് വിധവമാർ എന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാർ എങ്ങനെയെങ്കിലും മരിച്ചുപോയവരെ അല്ല സത്യത്തിൽ വിധവമാർ എന്ന് പറയുന്നത്. മറിച്ച് ഭർത്താവില്ലാത്തവരെല്ലാം വിധവമാരെന്ന് നമ്മൾ പറയുന്നുവെങ്കിലും ഇവിടെ ദൈവസഭയിലെ വിധവമാരെന്ന് പറയുന്നത് അന്നത്തെ ക്രൈസ്തവ പീഡനത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റോമക്കാരും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ആ 1-ാം നൂറ്റാണ്ടിൽ അനേകം ക്രിസ്ത്യാനികൾ പീഡ അനുഭവിക്കുകയും മരിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പസ്തലനായ പൗലോസ് താൻ അപ്പസ്തലനാകുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള ക്രിസ്തീയ കൂട്ടങ്ങളെ കൊന്നുകളഞ്ഞ മനുഷ്യനാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ അനേകം ഭർത്താക്കന്മാർ മരിച്ച, വിശ്വാസികളായി മരിച്ച അവരുടെ വിധവമാരാണ് ഇവിടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ആ വിധവമാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആ സഭയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സഭയിലെ കാര്യങ്ങളെല്ലാം അത്തരത്തിൽ ക്രമീകരിക്കപ്പെടുന്നത്. തന്നെയുമല്ല, ഇവിടെ അപ്പസ്തലന്മാരായ 12 പേരും ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ജനത്തെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ മേശകളിൽ ശുശ്രൂഷിക്കുന്നത് ഉചിതമായൊരു കാര്യമല്ല.
ഞങ്ങൾ നിങ്ങൾക്ക് ചോറ് വിളമ്പി തരാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല ദൈവം ഞങ്ങളെ വെച്ചിരിക്കുന്നത്. ഞങ്ങളെ ദൈവവചന ഘോഷണത്തിലും പ്രാർത്ഥനയിലും ഒറ്റിരിക്കാനും ദൈവത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അപ്പസ്വലന്മാരായി നിലകൊള്ളുവാനാണ് തങ്ങൾ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരു 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 7 പേരെ സെപ്പറേറ്റായിട്ട് ഈ വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്, അല്ലെങ്കിൽ അവരുടെ ദൈനംദിനമുള്ള ആവശ്യങ്ങളിൽ കൃത്യമായ ഉത്തരവാദിത്വത്തോടുകൂടെ ഭൗമികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതിന് 7 പേരെ തിരഞ്ഞെടുക്കാൻ പറയുകയാണ്. അവിടെയാണ് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കോരോസ്, നിക്കനോർ, തീമോൻ, പർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലാവസ് എന്ന് പറയുന്ന 7 പേരെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അപ്പോസ്തലന്മാർ അവരെ പ്രത്യേകമായിട്ട് നിർത്തി പ്രാർത്ഥിച്ച് അവരെ അയക്കുകയാണ്. അപ്പോൾ ഈ 7 പേരിൽപ്പെട്ട ഒരു മനുഷ്യൻ, അതായത് സ്തേഫാനോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ, അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്ന് പറയുകയാണ്. തന്നെയുമല്ല, അവർക്കെതിരെ അല്ലെങ്കിൽ സ്തേഫാനോസിനെതിരെ ലിബർത്തീനിയൻ എന്നു പേരുള്ള പള്ളിക്കാരിലും കൊറേനക്കാരിലും അലക്സാണ്ട്രിയക്കാരിലും കിലിക്യ, ആസ്യ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. അപ്പോൾ ഇന്നുള്ളത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ, ഒരു സത്യം പറയുമ്പോൾ അതിന് എതിർത്ത് നിൽക്കുന്ന അനേകരുണ്ടാകും അല്ലേ. മേൽപ്പറഞ്ഞ കൂട്ടരൊക്കെയാണ് സ്തേഫാനോസിനെതിരെ നിന്നതെങ്കിൽ ഇന്ന് റൈറ്റ് ഡിവിഷൻ അല്ലെങ്കിൽ ഈ കൃപയുടെ സുവിശേഷം പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ പറയുന്ന സത്യത്തിനെതിരെ നിൽക്കുന്നത് ആരൊക്കെയാണ് എന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി. ചുറ്റും കൂടി നിൽക്കുന്ന സമൂഹം മുഴുവനും, പാരമ്പര്യ സഭകൾ മുഴുവനും, അല്ലെങ്കിൽ വിശ്വാസഗോളം എന്ന് പറയുന്ന മറ്റുള്ള എല്ലാ സമുദായവും പോലും ഇതിനെ നിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുകയാണ്, അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. നമ്മൾ പറയുന്ന കൃപയുടെ സുവിശേഷം അത് പറയുമ്പോൾ ഇന്ന കാരണത്താൽ അത് തെറ്റാണ് എന്ന് തെളിയിക്കുവാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ ഏകദേശം ഒരു 6-7 വർഷമായി, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കാലഘട്ടങ്ങളായി കൃപയുടെ സുവിശേഷം പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലായത് മറ്റുള്ളവരോട് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വസ്തുനിഷ്ഠമായി ഇന്ന കാര്യപ്രകാരം നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് നേരിൽ വന്ന് പറയുവാൻ ഒരു മനുഷ്യ കുഞ്ഞിനും ഇന്ന് വരെ ഞങ്ങളുടെ നേരെ നിന്ന് പറയുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാനിപ്പോഴും ഇവിടെ പറയുന്നത്. ഈ വചനം വായിച്ചപ്പോൾ തിരിച്ചറിഞ്ഞതുപോലെ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് സ്തേഫാനോസിൻ്റെ ആ സംസാരത്തിൽ സ്തേഫാനോസിനെതിരെ നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്താലാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ കൃപയുടെ സുവിശേഷം പറയുന്ന ഞങ്ങളും ഇത് പറയുമ്പോൾ അതങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ് വാസ്തവമെന്ന് പറയുവാൻ ഇന്ന് വരെ ഒരു കുഞ്ഞു പോലും എഴുന്നേറ്റ് അത് പറയുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് അതിന് പ്രതിവാദം ഉന്നയിക്കാൻ കഴിയാത്തത്. നമുക്കറിയാമല്ലോ, അനേകം ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന ദൈവദാസന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കേട്ട് മൗനമായി ഇരുന്ന് കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ റൈറ്റ് ഡിവിഷൻ പറയുമ്പോൾ അവർക്ക് തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ അവർ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് ഈ വിഷയത്തെ എടുത്ത് സംസാരിക്കാൻ ധൈര്യം കാണിക്കാത്തൊരു സാഹചര്യം കാണുകയാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കണം. ആരെങ്കിലും കടന്ന് മുന്നോട്ട് വരട്ടെ. അപ്പോൾ ഈ സ്തേഫാനോസ് വളരെ വലിയ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഈ യഹൂദന്മാരുടെ ഇടയിൽ ചെയ്യുകയാണ്. എന്നിട്ട് സ്തേഫാനോസിൻ്റെ ഒരു പ്രസംഗമാണ് വളരെ ശ്രദ്ധേയമായ പ്രസംഗം. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന വിഷയം അപ്പോസ്തല പ്രവൃത്തിയിലെ റൈറ്റ് ഡിവിഷനെ കുറിച്ചാണ്. അപ്പോൾ തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന ചിന്തകളെയും കുറിച്ചാണ്. അപ്പോൾ തന്നെ ഈ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹൂദൻ്റെ തിരസ്കരണം, അല്ലെങ്കിൽ യഹൂദനെ ദൈവം കൈവിടുന്നൊരു കാഴ്ചയിലേക്ക് നമ്മൾ കാണാൻ പോവുകയാണ്. കാരണം സ്തേഫാനോസ് എന്ന് പറയുന്ന മനുഷ്യൻ അബ്രാഹം മുതൽ യേശുക്രിസ്തു വരെയുള്ള 2000 വർഷത്തെ ചരിത്രമെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഒരു വലിയ പ്രസംഗം നടത്തുകയാണ്. ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ 2-3 ഭാഗങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ പഴയ നിയമത്തിലെ ജോസഫ് തൻ്റെ സഹോദരന്മാരെ കാണുമ്പോൾ കരച്ചിലടക്കാൻ കഴിയാതെ അദ്ദേഹം മുറിയിൽ പോയി കരഞ്ഞ് മുഖം കഴുകി തിരിച്ച് സഹോദരന്മാരുടെ അടുക്കിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ട്. എപ്പോൾ വായിച്ചാലും അതൊരു സങ്കടത്തോടും കണ്ണുനീരോടും കൂടെ മാത്രമാണ് ആ ഭാഗം വായിക്കാൻ കഴിയുക. രണ്ടാമത്തെ കാര്യമെന്ന് പറയുമ്പോൾ, കർത്താവ് ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ചോര ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആ മാനസിക നില, അല്ലെങ്കിൽ കർത്താവ് എത്രത്തോളം കഷ്ടവും സങ്കടവും അനുഭവിച്ച് കർത്താവ് അത് ചെയ്തു, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നമ്മളത് പഠിക്കുമ്പോൾ നമുക്കും വളരെ സങ്കടവും കണ്ണുനീരും വരുവാനിടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് സ്തേഫാനോസ് എന്ന് പറയുന്ന ഈ മനുഷ്യനുണ്ടല്ലോ,
ഇദ്ദേഹം 2000 വർഷത്തെ ചരിത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ ജനത്തോട് പ്രസംഗിക്കുമ്പോൾ അവിടെ അവരെല്ലാവരും പല്ല് കടിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ഈ മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട്, ദൈവമേ ഈ പാപം ഈ മനുഷ്യരുടെ മേൽ നിർത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ രക്തസാക്ഷിയായി മരിക്കുന്നൊരു കാഴ്ചയുണ്ട്. വളരെ സങ്കടകരമായിട്ടുള്ള 3 ദൈവവചന ഭാഗങ്ങളിലും ഞാൻ കണ്ണുനീരൊഴുക്കിയ തിരുവചന ഭാഗമാണ് ഈ 3 സാഹചര്യം. അപ്പോൾ തന്നെ ഈ സ്തേഫാനോസിനോട് എതിർത്ത് നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിക്കുന്നതും, അപ്പോൾ തന്നെ ഇതെല്ലാം വാസ്തവമാണോ എന്ന് പറഞ്ഞുകൊണ്ട് സ്തേഫാനോസിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. എങ്കിലും ഈ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ കഴിഞ്ഞ് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസും ഒരു യഹൂദനാണെന്നും അബ്രാഹത്തിൻ്റെ സന്തതിയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ തന്നെ 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, 7-ന്റെ 15-ാം വാക്യം, 7-ന്റെ 39-ാം വാക്യം, 7-ന്റെ 45-ാം വാക്യം, ഈ വാക്യങ്ങളിലെല്ലാം നമ്മുടെ പിതാക്കന്മാരായ എന്ന് പറയുന്ന വിശേഷണം താനും ഒരു യഹൂദനാണെന്നും അബ്രാഹത്തിൻ്റെ സന്തതിയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തന്നെയുമല്ല 45-ാം വാക്യത്തിൽ കൂട്ടിപ്പിടിച്ച് നമ്മുടെ പിതാക്കന്മാർ എന്നുള്ള പ്രസ്താവന നിരന്നു കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷി കൂടാരമുണ്ടായിരുന്നു, നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി നമ്മുടെ ദൈവം പിതാക്കന്മാരുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് ഇവിടെ 2-3 സ്ഥലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്തേഫാനോസും ഒരു യഹൂദനാണ്, അവൻ സംസാരിക്കുന്നത് എൻ്റെ സഹോദരന്മാരാണ്. തന്നെയല്ല 7-ന്റെ 1-ാം വാക്യം, ഇതുള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന്, ഇത് മഹാപുരോഹിതനാണ് ചോദിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നീ പറയുന്നതെല്ലാം വാസ്തവമാണോ എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് പറയുകയാണ്. അങ്ങനെയാണ് നമ്മുടെ പിതാവായ അബ്രാഹാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം ആരംഭിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് മോശയുടെ ചരിത്രം ഓർപ്പിച്ച് അതിനുശേഷം ഇങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം ഓർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. 51-ാം വാക്യം മുതൽ നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 51. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവരോട് മറുത്തു നിൽക്കുന്നു. ഇവിടെ ഹൃദയത്തിലും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരായുള്ളവരെ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞത് കേൾക്കാൻ മനസ്സില്ലാത്തവരും ദൈവം പറഞ്ഞത് ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തവരുമായിട്ടുള്ള ഒരു ജനത്തെ നോക്കി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവർ മതഭക്തരാണ്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വിശ്വാസമുണ്ട്, അത് വിട്ട് മറ്റൊന്നും കേൾക്കണ്ട, അറിയണ്ട. ഇനി സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് എന്നോടും പലരും സുവിശേഷം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ മാത്രം ഞങ്ങൾക്ക് മതി. ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് ഇനി നീ ഈ പറയുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞാൽ പോലും ഞങ്ങൾ കേൾക്കില്ല എന്ന് പറയുന്ന ഏതാനും കത്തോലിക്കർ, ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതുകൊണ്ട് കത്തോലിക്കരോട് സുവിശേഷം പറയുമ്പോൾ ഇതേപോലെ തന്നെ സ്തേഫാനോസിനുണ്ടായ അതേ അനുഭവം തന്നെയാണ്, പലപ്പോഴും തിക്താനുഭവങ്ങളാണ് ഞങ്ങൾക്കും ഉണ്ടാകുന്നത്. അവരെന്നോടും പറഞ്ഞിട്ടുണ്ട്, നീയല്ല ഇനി ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളുടെ ഈ പാരമ്പര്യം വിട്ട് ഞങ്ങൾക്ക് മാറിപ്പോകാൻ സാധ്യമല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് അപ്പോസ്തല പ്രവൃത്തിയിൽ സ്തേഫാനോസും ഇത് അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ സ്തേഫാനോസ് പറയുന്ന 1-2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ കാര്യമായിട്ടൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ചരിത്രം ഓർപ്പിച്ച് സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോൾ 2000 കൊല്ലത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ അബ്രാഹാം മുതൽ യേശുക്രിസ്തു വരെ 2000 വർഷമാണ്. അപ്പോൾ സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോൾ പുറകോട്ടുള്ള ആ 2000 വർഷത്തെ ചരിത്രം ഓർപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ചരിത്രം ഓർപ്പിക്കുമ്പോൾ പറയുകയാണ് 7-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം, ദൈവവും പിന്തിരിഞ്ഞു, ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. അപ്പോൾ ഇവിടെ 1-2 പദങ്ങളാണ് നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായിട്ടിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് ദൈവം പിന്തിരിഞ്ഞു, ദൈവം അവരെ കൈവിട്ടു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 42 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ POC ബൈബിളിലും സത്യവേദ പുസ്തകത്തിലും വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ഏതാനും പദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൈവിട്ടു, നാട് കടത്തപ്പെട്ടു, പ്രവാസത്തിലേക്ക് അയച്ചു എന്നിത്യാദി പദങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ദൈവം പിന്തിരിഞ്ഞു, മുഖം തിരിച്ചു എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് യഹൂദ ജനത്തെ അല്പമായി കൈവിട്ടു, അല്ലെങ്കിൽ യഹൂദനെ ദൈവം കൈവിടിഞ്ഞു, അല്ലെങ്കിൽ അല്പസമയത്തേക്ക് അവരുടെ പദ്ധതി മാറ്റിവെച്ചു എന്ന് നമ്മൾ തുടരെ പറയുന്നുണ്ട്. നമുക്കറിയാം യഹൂദന്മാരെ ദൈവം കൈവിടുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇവിടെ തന്നെ സ്തേഫാനോസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 43-ാം വാക്യം, നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോളേക്കിൻ്റെ കൂടാരവും
രേംഫാദേവൻ്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബിലോണിന് അപ്പുറം പ്രവസിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിട്ട് ഇവരിപ്പോൾ അന്യദൈവത്തിൻ്റെ നക്ഷത്രവും വിഗ്രഹവും ഒക്കെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളെ ഞാൻ ബാബിലോണിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ നിങ്ങളെ നാടുകടത്തും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം അവരിൽ നിന്നും പിന്തിരിയുകയും ദൈവം അവരെ കൈവിടുകയും ദൈവം അവരിൽ നിന്ന് മുഖം മറയ്ക്കുകയും അവരെ ദൈവം ആട്ടിപ്പായിക്കുകയും ചെയ്തുകൊണ്ട് ദൈവവും തൻ്റെ ജനവും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങ് പുരാതന കാലം മുതലേ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 27-ാം അധ്യായവും അപ്പോൾ തന്നെ 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായവും നമ്മൾ അവസാന അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും ഇതെല്ലാം ദൈവം ചരിത്രത്തിൽ പല പ്രാവശ്യം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യഹൂദരെ ദൈവം പല പ്രാവശ്യം കൈവിട്ടിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചാൽ നമുക്കറിയാം, ഇത്ര വർഷത്തേക്ക് ദൈവം അവരെ കൈവിട്ടു. പിന്നീട് അവർ കരയുമ്പോൾ നിലവിളിക്കുമ്പോൾ ഒരു വിമോചകനെ എഴുന്നേൽപ്പിക്കുകയാണ്, ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുകയാണ്, ദൈവം അവർക്ക് സ്വസ്ഥത കൊടുക്കുകയാണ്. ഇങ്ങനെ അല്പമായിട്ടുള്ള ശിക്ഷാ നടപടികൾ യഹൂദൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ട്. ബാബേൽ പ്രവാസത്തിലേക്ക് അവർ പോകുമ്പോൾ 70 വർഷമാണ് ദൈവം അവരെ കൈവിട്ടത്. അതിനുശേഷമാണ് ദൈവം എന്ത് ചെയ്തത്? അവരെ മടക്കിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ ഞങ്ങളെപ്പോഴും പറയുന്നത് പോലെ യഹൂദൻ്റെ തിരസ്കരണം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി എന്ന് പൗലോസും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യഹൂദനെ ദൈവം അല്പമായി കൈവിട്ടത് കൊണ്ടാണ് ഈ കൃപയുടെ സുവിശേഷം സ്വർഗത്തിൽ നിന്നും നേരിട്ട് നിയമിതനായ അപ്പോസ്തലനായ പൗലോസിന് കൃപയുടെ ഒരു സുവിശേഷം, അതായത് മനുഷ്യരിൽ നിന്നല്ലാത്ത സ്വർഗത്തിലെ ദൈവത്താൽ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ ലഭിച്ച സുവിശേഷം എന്ന് പറഞ്ഞ് പൗലോസ് പറയുമ്പോൾ ആ സുവിശേഷം തനതായ സ്വർഗത്തിൽ നിന്നും കൊടുത്തൊരു സുവിശേഷമാണ്. യഹൂദനെ തിരസ്കരിച്ചിട്ടാണ് ഈ കൃപായുഗ സുവിശേഷം നമുക്ക് നൽകപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രസംഗത്തിലും സ്തേഫാനോസ് ഈ ചരിത്ര സത്യങ്ങളെ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് പിതാക്കന്മാർ അനുസരണക്കേട് കാണിച്ചപ്പോൾ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ്, ഹൃദയത്തിനും ചെവിക്കും പരിചിതനയില്ലാത്ത നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഒരേപോലെ തന്നെയാണ്. ഏതൊരു പ്രവാചകനെ ഉണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തത് എന്ന് ചോദിച്ചിട്ട് സ്തേഫാനോസ് പറയുകയാണ്, ഇവിടെ ഇതാ യേശുക്രിസ്തുവിനെ നിങ്ങൾ കൊന്നിരിക്കുന്നു, നിങ്ങൾ കൊലപാതകന്മാരാണ് എന്ന് ഇവിടെ സ്തേഫാനോസ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദൈവം പിതാക്കന്മാരെ കൈവിട്ടതുപോലെ ഇവിടെയും നിങ്ങളെ കൈവിടും എന്നുള്ളൊരു ധ്വനി നമുക്ക് ഈ സ്തേഫാനോസിൻ്റെ വാക്കിൽ കാണുന്നുണ്ട്. കാരണം നിങ്ങളെ ഞാൻ ബാബിലോണിന് അപ്പുറത്തേക്ക് നാടുകടത്തുമെന്ന് ദൈവം പറഞ്ഞതുപോലെ ബാബിലോണിലേക്ക് ഒരു കാലത്ത് ദൈവം നാടുകടത്തിയെന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്തോ ഏകദേശം AD 70 ആയപ്പോഴേക്കും യഹൂദന്മാരെ ദൈവം ബാബിലോണിനും അപ്പുറത്തേക്ക് നാടുകടത്തി. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും ഈ കേരളം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു അറുതിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം മഹാസമുദ്രമാണ്. അങ്ങനെ ലോകത്തിൻ്റെ അറുതി വരെയും അവരെ നാടുകടത്തുമെന്ന് പറഞ്ഞാൽ യഹൂദനെ ദൈവം ചിഹ്നിച്ച് ചെറിപ്പിച്ച് കളഞ്ഞു എന്നുള്ളത് നമുക്ക് ചരിത്രം ഇന്ന് നമുക്ക് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അബ്രാഹം മുതൽ യേശുക്രിസ്തു വരെയുള്ള ചരിത്രം ഓർമ്മിപ്പിച്ചിട്ടാണ് യഹൂദരോട് സ്തേഫാനോസ് മുന്നറിയിപ്പ് കൊടുത്തത്. ഇന്ന് ആ സ്തേഫാനോസിൻ്റെ പ്രസംഗം കഴിഞ്ഞ് 2000 വർഷത്തിന് ഇപ്പുറം നിൽക്കുന്ന നമുക്കും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ബാബിലോണിനും അപ്പുറത്തേക്ക് ഈ ഇസ്രായേൽ ജനത്തെ ദൈവം നാടുകടത്തി. എന്നാൽ അവരെ നാടുകടത്തിയപ്പോൾ ദൈവം മറ്റൊരു പദ്ധതി ദൈവം ചെയ്തു. അതാണ് ഇന്നത്തെ കൃപായുഗ സുവിശേഷം എന്ന് പറയുന്നത്. ഞങ്ങളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവവചനത്തെ ശരിയായി വിഭജിച്ച് പഠിക്കുക. ദൈവസഭയുടെ പണി പൂർത്തീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ പണി പൂർത്തീകരിച്ച് റാപ്ചർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇന്ന് ലോകത്തിൻ്റെ അറുതി വരെയും ചിതറിക്കപ്പെട്ടിരിക്കുന്ന യഹൂദന്മാരെ കൂട്ടിവരുത്തി വീണ്ടും ദൈവം ദൈവരാജ്യ സുവിശേഷവുമായി 144,000 പേരെ എഴുന്നേൽപ്പിക്കുന്നതും 2 സാക്ഷികൾ എഴുന്നേൽപ്പിക്കുന്നതും അവരിലൂടെ വീണ്ടും ഈ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നതൊക്കെയും റാപ്ചറിന് ശേഷമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ഞങ്ങൾ കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയത്തെയൊക്കെയും റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് പറയുന്നത്. ഇവിടെ 7-ാം അധ്യായത്തിൻ്റെ 55ഉം 56ഉം വാക്യങ്ങൾ ട്രിനിറ്റി എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ട്രിനിറ്റി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇവിടെ സ്തേഫാനോസിൻ്റെ വാക്കിലും നമുക്ക് ആ വിഷയത്തെ കാണാൻ സാധിക്കുന്നതാണ്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു മനുഷ്യൻ ഒരിക്കലും നുണ പറയുകയില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു മനുഷ്യൻ സത്യം വിളിച്ചു പറയുകയാണ്, പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിതാവായ ദൈവമുണ്ട്, പുത്രനായ ക്രിസ്തുവുമുണ്ട് എന്നുള്ളത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്തേഫാനോസ് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവമാണ്. ആ ദൈവത്തെയാണ് സ്തേഫാനോസ് ഇപ്പോൾ സാക്ഷിക്കുന്നത്. സ്തേഫാനോസിൻ്റെ ആ ജീവിതാവസാനം അല്ലെങ്കിൽ തൻ്റെ ആ ഒരൊറ്റ പ്രസംഗം കൊണ്ട് 2000 വർഷത്തെ ചരിത്രം എടുത്തുകൊണ്ട്
7-ാം അധ്യായം 1 മുതൽ 60 വരെയുള്ള ആ ഒരു നീണ്ട പ്രസംഗത്തിൻ്റെ അവസാനം അത് ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുകയാണ്. അബ്രാഹാം മുതൽ യേശുക്രിസ്തു വരെയുള്ള ചരിത്രം എടുത്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഇവിടെയാണ് 7-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുന്നുണ്ട്, അവനെ നഗരത്തിൽ നിന്നും തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ളൊരു ബാല്യക്കാരൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. അപ്പോൾ പൗലോസ് എന്ന് പറയുന്ന യഹൂദ മതഭക്തനും അല്ലെങ്കിൽ ശൗൽ എന്ന് പറയുന്ന യഹൂദ മതഭക്തനും ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ മത തീവ്രവാദി എന്ന് ഒരു സമയത്ത് വിശേഷിപ്പിക്കാമായിരുന്ന പൗലോസ് സ്തെഫാനോസിനെ കൊന്നപ്പോൾ അത് അനുകൂലിച്ചുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പുരോഹിതന്മാരുടെ ചോദ്യത്തിന് മുൻപിൽ സ്തെഫാനോസ് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഈ നേതൃത്വങ്ങളെല്ലാം തന്നെ ഈ സ്തെഫാനോസിനും കൂടി കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു സാഹചര്യത്തിൽ ദൈവം അവരുടെ ആ പദ്ധതിക്ക് അല്ലെങ്കിൽ അവരുടെ ആ ദൈവരാജ്യ സുവിശേഷത്തിന് ഒരു വിരാമം കുറിക്കുന്ന അല്ലെങ്കിൽ അതിനെ പതിയെ സ്റ്റോപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് മാറ്റപ്പെട്ടു. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ, കർത്താവായ യേശുക്രിസ്തു, 12 അപ്പോസ്തലന്മാർ, ഇപ്പോഴുള്ളേതാ സ്തെഫാനോസ് എന്നിത്യാദി ദൈവദാസന്മാർ മുഴുവനും സാക്ഷാൽ ദൈവപുത്രൻ പോലും വന്ന് പറഞ്ഞ സുവിശേഷത്തെ തിരസ്കരിച്ച ഈ ജനത്തിന് ഇനി ആരാണ് വന്ന് പറയാനുണ്ടായിരുന്നത്? സത്യത്തെ ഗ്രഹിപ്പിക്കുവാൻ ആരും തന്നെയില്ല. അതുകൊണ്ട് സ്തെഫാനോസ് ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങളിങ്ങനെ അനുസരിക്കാതിരുന്നത് കൊണ്ട് ആ പിതാക്കന്മാരെ എന്ത് ചെയ്തു? ബാബിലോണിന് അപ്പുറത്തേക്കും ഞാൻ നിങ്ങളെ നാട് കടത്തുമെന്ന് പറയുന്നത് പോലെയുള്ള സാഹചര്യം ആ ആത്മാവിൽ അത് ഓർപ്പിച്ചുകൊണ്ട് പറഞ്ഞ ആ വചനം നിവർത്തിച്ചുകൊണ്ട് ഈ പ്രസംഗത്തിന് ശേഷം ഏകദേശം മുന്നോട്ട് കാലങ്ങൾ കടന്നുപോയി. AD 70 ആയപ്പോഴേക്കും അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു AD 131 ആയപ്പോഴേക്കും ഒരു യഹൂദൻ പോലും സ്വന്തം ദേശത്ത് നിൽക്കാൻ കഴിയാതെ ജെറുസലേം കഴുകി കമഴ്ത്തി വെച്ചൊരു പാത്രം പോലെ സ്വർഗരാജ്യം സ്ഥാപിക്കാൻ വന്ന കർത്താവിൻ്റെ വാക്കുകൾ തിരസ്കരിച്ചപ്പോൾ സ്വന്തം രാജ്യവും നഷ്ടപ്പെട്ടു, അവർക്ക് ദൈവരാജ്യവും എത്തിപ്പിടിക്കാൻ കഴിയുന്ന ദൂരത്തിലായിരുന്നുവെങ്കിലും അതും നഷ്ടപ്പെട്ട് യഹൂദനെല്ലാം നഷ്ടപ്പെട്ടവനായി കഴിഞ്ഞ 2000 വർഷത്തോളം ലോകത്തിൻ്റെ അറുതി വരെയും അവൻ ചിതറിക്കപ്പെട്ട് കിടന്നു. ബാബിലോണിനും അപ്പുറത്തേക്കും അവർ നാട് കടത്തപ്പെട്ടവരായി തീർന്നു. എന്നാൽ ഈ 2000 വർഷം കർത്താവ് ഒരു പണി ചെയ്തു. സ്വർഗത്തിൽ നിന്നും നിയമിതനായ അപ്പസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, പിതാവായ ദൈവത്താലും കർത്താവായ യേശുക്രിസ്തുവിനാലും അപ്പസ്തലനായിരിക്കുന്ന പൗലോസ്. അപ്പോൾ ദൈവത്താലും പുത്രനായ ക്രിസ്തുവിനാലും അപ്പസ്തലനായിരിക്കുന്ന പൗലോസിന് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ ലഭിച്ച ആ കൃപയുടെ സുവിശേഷമാണ് ന്യായപ്രമാണം കൂടാതെയുള്ള ഒരു രക്ഷാമാർഗം. അല്ലെങ്കിൽ ശബത്തനുസരിച്ചിട്ടോ അല്ലെങ്കിൽ പരിച്ഛേദന ചെയ്തിട്ടോ അല്ലെങ്കിൽ ജനസ്നാനം ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവൃത്തികളോ ചെയ്തിട്ടോ അല്ലാത്ത വിശ്വാസത്താലുള്ള ഒരു രക്ഷാമാർഗം തുറന്നുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയുള്ള സൗജന്യ രക്ഷാമാർഗം, ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നൊരു വചനം ദൈവം പൗലോസിന് നൽകുകയും പൗലോസ് അത് പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ പ്രസംഗത്തിലൂടെയാണ് റാപ്ചർ വരെ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ വിശ്വസിക്കേണ്ട സുവിശേഷം ആ കൃപയുടെ സുവിശേഷമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7 അധ്യായങ്ങൾ നമുക്ക് ഇതുവരെ അല്പമായി ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ കഴിഞ്ഞു. ഇത് വീണ്ടും ചിന്തിക്കുക, വീണ്ടും വിലയിരുത്തുക. ഒത്തിരിയേറെ സൂക്ഷ്മവശങ്ങൾ നമുക്ക് ആത്മീകമായും അല്ലെങ്കിൽ ഇത് ദൈവിക സത്യങ്ങളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയും അപ്പോൾ തന്നെ യഹൂദനെ ദൈവം വിട്ടുവെന്നും അപ്പോൾ തന്നെ യഹൂദനെ ദൈവം കൈവിട്ടിട്ട് അങ്ങ് ബാബിലോണിന് അപ്പുറത്തേക്ക് നാടുകടത്തിയെന്നും എന്നാൽ ആ ഇടയിൽ കൃപയുടെ സുവിശേഷം വെളിപ്പെട്ടുവെന്നും ഇനി തുടർന്ന് പഠിച്ചു പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന വിഷയം അപ്പോസ്തല പ്രവൃത്തിയിലെ റൈറ്റ് ഡിവിഷനും ചിന്തകളുമാണ്. അപ്പോൾ ഇതെല്ലാം അല്പമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ കൃത്യതയിലേക്കും നമുക്ക് ആ റൈറ്റ് ഡിവിഷനിലേക്കും കൃത്യമായി ചെന്നെത്തിച്ചേരുവാനും കൃത്യമായി അതിനെ തരം തിരിച്ച് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ക്ലാസ്സിനാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.